വെൽക്കം ടു ശ്രീസ് മാജിക്. ഇന്ന് നമുക്കൊരു ഈസി വെജിറ്റബിൾ ബിരിയാണി റെസിപ്പി നോക്കിയാലോ. ആദ്യമായി ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ്, നല്ല പശുവിൻ നെയ്യ് തന്നെ ആയിക്കോട്ടെ, അതിനെ നന്നായി ഉരുക്കിയെടുക്കുക. ഉരുകിയ നെയ്യിലേക്ക് ആവശ്യത്തിന് സവോള, ഞാനിവിടെ ഒരു 4-5 മീഡിയം സവോള എടുത്തിട്ടുണ്ടാകും. അതിനെ നന്നായി കനം കുറച്ചരിഞ്ഞ് ഈ നെയ്യിലേക്കിട്ട് നന്നായി വഴറ്റുക. നന്നായി വഴണ്ട് അത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടി, പെട്ടെന്ന് ആവാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. ഇത്രയും ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ആഡ് ചെയ്യാം. തക്കാളി കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റി തക്കാളി ഉടഞ്ഞ് നല്ല രീതിയിൽ വരണം. നന്നായി ഉടഞ്ഞാൽ മാത്രമേ ആ ടേസ്റ്റ് ആ ബിരിയാണിയിലേക്ക് ഇറങ്ങത്തുള്ളൂ. അടിയിൽ പിടിച്ചു എന്ന് കരുതണ്ട, അതൊക്കെ ആ തക്കാളി ശരിയാക്കിക്കോളും. ഇനി നമുക്കതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നന്നായി ഉടയുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് തക്കാളി അടിക്ക് പിടിച്ചു എന്നറിയണ്ടേ? ഇല്ല, ഒന്നും അടിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. എല്ലാം നന്നായി ഉടച്ചു കൊടുക്കാം. ഇതുപോലെ തക്കാളി നന്നായി ഉടച്ച് ഇതുപോലെ ആയതിനു ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഗരം മസാലയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നന്നായി എല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴുകിയെടുത്ത സോയാബീൻ കൂടെ ഇടുക. സോയാബീൻ കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സോയാബീനിലേക്ക് എല്ലാ മസാലയും നന്നായി പിടിക്കത്തക്ക വേണം മിക്സ് ചെയ്യാൻ. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ സോയാബീന് ഒരു പച്ച ചൂട് ഉണ്ടായിരിക്കും. നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളച്ച് കുറുകുന്നവരെ കാത്തിരിക്കും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും, ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഇത് 3ഉം ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ്, അങ്ങനെ നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാ വെജിറ്റബിൾസും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടെയായി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുക.
ഇനി നമുക്ക് റൈസിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലോ. വീണ്ടും ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് എത്ര നെയ്യാണ് ആവശ്യം അത്രയും നെയ്യ്. കുറച്ച് ഉണക്കമുന്തിരി ഇടുക. അതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്യാം. അത് നന്നായി ബ്രൗൺ കളർ ആയതിനു ശേഷം അതിനെയും മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതെല്ലാം ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാനാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് സവാള കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഇത് നമ്മൾ പാത്രത്തിലോട്ട് ഇടുമ്പോൾ ഒന്നുകൂടെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. അതുകൊണ്ട് ഈ സ്റ്റേജിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച ജീരകശാല അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി അതിനെ ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. വഴലും തോറും ചോറ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഒന്നര മുതൽ 2 ഗ്ലാസ് വരെ ഒഴിക്കാം. അത് ഓരോ അരിയുടെ വ്യത്യാസം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് അനുസൃതമായാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അതിനെ നന്നായി ഇളക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി വെക്കണം. ഇതിലേക്ക് ഒരു 2-3 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചോറിന് റെഡിയാക്കി എടുക്കാം. ചോറ് ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ ഇറക്കി ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ഏറ്റവും അടിയിലെ ലെയറിൽ കുറച്ച് നെയ്യ് പുരട്ടിയാൽ അടി പിടിക്കുന്നത് ഒഴിവായി കിട്ടും. ടേസ്റ്റും കൂടും. ആദ്യം നമുക്ക് കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ്
ഉള്ളി വറുത്ത് വെച്ചില്ലേ അതിടാം കുറച്ച്. അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ്, നെയ്ച്ചോറ് അതും ഇടാം. ഇതിന് മുകളിലേക്ക് വേണം നമുക്ക് വെജിറ്റബിൾ മസാല ആഡ് ചെയ്യാൻ. ഒരു ലെയറായി വെജിറ്റബിൾ മസാല കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ പനീർ ഇഷ്ടമുള്ളവർക്ക് പനീർ കൂടെ ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാത്തത്. വീണ്ടും അതിന് മുകളിലേക്ക് ചോറ്. ഇങ്ങനെ ലെയറായി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. വീണ്ടും കിസ്മിസും കാഷ്യൂനട്ടും ഉള്ളിയും വറുത്ത മിക്സ് കൂടെ ഇടാം. വീണ്ടും വെജിറ്റബിൾ മസാല. ഇപ്പോൾ മുഴുവനും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ച് വെച്ച് ആവശ്യത്തിന് സെർവ് ചെയ്യാം.